നമസ്കാരം. എൻസ്കേപ്പ് ട്യൂട്ടോറിയൽ വീഡിയോസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എൻസ്കേപ്പിൽ നമുക്ക് എങ്ങനെ ഒരു വീഡിയോ റെൻഡറിങ് ചെയ്യാം, അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് ട്രാവലായിരുന്നാലും ഫുഡായിരുന്നാലും എന്തായിരുന്നാലും നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളെ കയ്യിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പറഞ്ഞ് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് സ്കെച്ചപ്പിൽ മോഡലിംഗ് ചെയ്ത് എൻസ്കേപ്പിൽ റെൻഡർ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഓൾറെഡി ഞാൻ ടൈലും അതുപോലെ തന്നെ ബാക്കിയുള്ള ടെക്സ്ചറും എല്ലാതിൻ്റെ റിഫ്ലക്ഷനും കാര്യങ്ങളെല്ലാം കൊടുത്ത് നിർത്തിയിരിക്കുന്ന ഒരു മോഡലാണ്. കാരണം നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു എങ്ങനെയൊക്കെയാണ് നമുക്ക് റിഫ്ലക്ഷനും കാര്യങ്ങളൊക്കെ ലൈറ്റിങ്ങും ഒക്കെ കൊടുക്കണമെന്നോ. ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മളെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അതിൽ വ്യക്തമായിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് എങ്ങനെയാണ് വീഡിയോ റെൻഡർ ചെയ്യുന്നത്, ഒരു വീഡിയോ റെൻഡറിങ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ മെയിൻ ടോപ്പിക്. അപ്പോൾ ഞാനിവിടെ വീഡിയോ റെൻഡർ ചെയ്യാൻ വേണ്ടി ഞാൻ സ്കെച്ചപ്പിലേക്ക് പോവുകയാണ്. സ്കെച്ചപ്പിൽ വന്നിട്ട് സ്കെച്ചപ്പിലെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു മുകളിൽ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനകത്ത് എൻസ്കേപ്പ് എടുക്കുന്നു. എൻസ്കേപ്പിൽ ഞാൻ വീഡിയോ എഡിറ്റർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിതിലൊന്നും കാണാൻ പറ്റത്തില്ല. നമുക്ക് നേരെ നമ്മുടെ എൻസ്കേപ്പിൻ്റെ ബോക്സിലേക്ക് പോകാം. കേട്ടോ, ഇവിടെ ആ വീഡിയോ എഡിറ്റർ എന്ന് പറയുന്ന ബോക്സ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എഡിറ്ററിൽ എന്തൊക്കെ ഉണ്ട് നമുക്കൊന്ന് നോക്കാം. ഈ വീഡിയോ എഡിറ്ററിൽ ആദ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് ടൈം ലൈൻ എന്ന് പറയുന്ന ഒരു ബോക്സാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ കൊടുക്കുന്ന കീ ഫ്രെയിംസ് ഒക്കെ വരുന്നത്. അപ്പോൾ ഇതിൽ കൊടുക്കേണ്ട കീ ഫ്രെയിംസ് ആണ് ഇവിടെ ആഡ് കീ ഫ്രെയിം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്ലസ് എന്നുള്ള ഒരു ബട്ടൺ കാണിച്ചേക്കുന്നില്ലേ, അതിൻ്റെ ഷോർട്ട് കട്ട് ആണ് കെ. അപ്പോൾ ആഡ് കീ ഫ്രെയിം ഇതിൽ പ്രസ് ചെയ്യുമ്പോഴാണ് ഓരോ കീ ഫ്രെയിമായിട്ട് നമുക്കിവിടെ ഈ ടൈം ലൈനിൽ കാണാൻ സാധിക്കുന്നത്. തൊട്ട് താഴെ റിമൂവ് ആൾ എന്ന് പറഞ്ഞൊരു ബട്ടണുണ്ട്. റിമൂവ് ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന കീ ഫ്രെയിംസ് നമുക്ക് കംപ്ലീറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ്. എല്ലാ കീ ഫ്രെയിംസും നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ റിമൂവ് ആൾ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നത്. തൊട്ട് താഴെയായിട്ട് പ്രിവ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. നമ്മൾ കീ ഫ്രെയിം കൊടുത്ത് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എങ്ങനെയാണ് അത് കാണുന്നതെന്ന് കാണാൻ വേണ്ടി, പ്രിവ്യൂ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഈ ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ കീ ഫ്രെയിം കൊടുത്തിട്ടില്ലാത്തത് കൊണ്ടാണ് അത് ഹൈഡായിട്ട് കിടക്കുന്നത്. പിന്നെ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഷേക്കി ക്യാമറ, അതായത് നമ്മൾ ക്യാമറ എടുക്കുമ്പോൾ ഒരു ചെറിയൊരു ഷേക്ക് വരില്ലേ, അങ്ങനെ ആക്കിക്കൊണ്ട് നമുക്ക് റെൻഡർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഷേക്കി ക്യാമറ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കിടപ്പുള്ളത്. പിന്നെ ഈസി ഇൻ ആൻഡ് ഔട്ട്, പിന്നെ തൊട്ടിപ്പുറത്തെ ടോട്ടൽ ഡ്യൂറേഷൻ, നമ്മുടെ ഓരോ ക്ലിപ്പിംഗ് തമ്മിലുള്ള ഡ്യൂറേഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനാണ് ഈ ടോട്ടൽ ഡ്യൂറേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കിടക്കുന്നത്. അത് നമുക്ക് പിന്നെ അത് വിശദമായൊക്കെ നോക്കാം. അപ്പോൾ നമുക്കിതിൽ ഞാനിപ്പം ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഒരു മോഡലിനെ ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഞാനൊന്ന് താഴത്ത് കൊണ്ടുവരട്ടെ. ഞാൻ താഴ്ത്തി കൊണ്ടുവന്നതിന് ശേഷം ഞാൻ ഇവിടെ ഒരു ആഡ് കീ ഫ്രെയിം എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ നിൽക്കുന്ന സീനിനനുസരിച്ച് ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്ക് താഴോട്ട് പോവാം. ഓക്കെ, ഞാനിപ്പോൾ താഴെ കൊണ്ട് വച്ചിരിക്കുകയാണ്. ഇനി ഞാൻ ഇവിടെയും ഒരു ആഡ് കീ ഫ്രെയിം കൊടുക്കുന്നു, ഒരു കീ ഫ്രെയിം കൊടുത്തു. അപ്പോൾ ഞാൻ മൊത്തം 2 കീ ഫ്രെയിം, ഒന്ന് മുകളിൽ വെച്ചൊരു കീ ഫ്രെയിം കൊടുത്തു, പിന്നെ താഴെ വെച്ചൊരു കീ ഫ്രെയിം കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ പ്രിവ്യൂ ഒന്ന് കാണാം. ഞാൻ പ്രിവ്യൂവിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ എന്തോ ഒന്ന് വന്ന് മിന്നി മറഞ്ഞു പോയി. അപ്പോൾ അതെങ്ങനെ നമുക്ക് മറ്റേ അതിൻ്റെ ഡ്യൂറേഷൻ, ആ വരുന്ന ടൈം ഒന്ന് സ്ലോയിലായിട്ട് വന്നിട്ട് പോകാൻ വേണ്ടി നമുക്ക് എങ്ങനെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്യാന്നുള്ളത്. ഇപ്പം ആദ്യത്തെ കീ ഫ്രെയിം അത് നമുക്കൊന്നും ചെയ്യേണ്ട, അത് ഓൾറെഡി 0-ൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കൊന്നും ചെയ്യേണ്ട. രണ്ടാമത് കൊടുത്ത കീ ഫ്രെയിമിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ആ കീ ഫ്രെയിമിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കീ ഫ്രെയിം എഡിറ്റർ എന്ന് പറയുന്ന ഒരു
ബോക്സ് ഇവിടെ ഓപ്പൺ ആയിട്ട്. അപ്പോൾ ആ ബോക്സിനകത്ത് ഇവിടെ നോക്കിയാൽ ടൈം ഓഫ് ഡേ, അത് നമുക്ക് എക്സ്റ്റീരിയർ വീഡിയോ ചെയ്യാൻ വേണ്ടി, എക്സ്റ്റീരിയർ എലിവേഷനൊക്കെ ചെയ്യുമ്പോഴത്തേക്ക്, അതിൻ്റെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ടൈം ഓഫ് ഡേയിൽ നമ്മൾ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ എന്താണ് നിഴൽ ഇങ്ങനെ മാറി മാറി പോകുമ്പോലുള്ള ഫീലിംഗ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇൻറ്റീരിയർ ആയതുകൊണ്ട്, നമ്മൾ ഇൻറ്റീരിയർ ചെയ്യണതുകൊണ്ട് നമുക്ക് അതൊന്നും നോക്കണ്ട, അതൊന്നും ഇവിടെ ഒരു ആവശ്യമില്ല, അതൊന്നും ഇവിടെ ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ടൈം സ്റ്റാമ്പ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ നോക്കുക. ഇവിടെ കണ്ടോ 01 ടൈം കിടക്കുന്നത്. നമുക്കതിനെ നേരെ ഒന്ന് മാറ്റി ഒരു 9 കൊണ്ടുവയ്ക്കാം. 9 സോറി, ഓക്കെ 9. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇനി ഇതിൻ്റെ തൊട്ട് താഴെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഫീൽഡ് ഓഫ് വ്യൂ ഉണ്ട്, ഡെപ്ത് ഓഫ് ഫീൽഡ് ഉണ്ട്, ഫോക്കൽ പോയിന്റ്, അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ ഈ ടൈം സ്റ്റാമ്പ് എന്ന് പറയുന്നതിന് ഞാൻ ഇവിടെ 9 വെച്ചിട്ട് 9 10 9 മതി, അല്ലെങ്കിൽ കുറച്ച് 10 കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറേ സ്ലോ ആയി പോകും വരുന്നത്. ഞാൻ അപ്ലൈ കൊടുത്തിട്ട് ഞാൻ നേരെ ബാക്കിലേക്ക് പോവുകയാണ്. ഇനി ഞാൻ പ്രിവ്യൂവിൽ ക്ലിക്ക് ചെയ്യുന്നു. നോക്കിക്കൊള്ളുക, കണ്ടോ എത്ര സ്ലോ ആയിട്ടാണ് നമ്മുടെ വീഡിയോ വന്നതെന്ന്. അതാണ് ഈ ടൈം. ഇനി നമ്മളിപ്പം കൂടുതൽ കീ ഫ്രെയിമുകൾ എടുത്ത് എല്ലാം കൂടെ ഒരുമിച്ച് റെൻഡർ ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. അങ്ങനെ ചെയ്യാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ചിലപ്പോൾ ഹാങ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ ക്ലിപ്പ്, ഇപ്പോൾ മുകളിൽ നിന്ന് താഴേക്കുള്ള ഒരു ക്ലിപ്പ് ഓൾറെഡി നമ്മളിവിടെ ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിലൊരു ഷേക്കി ക്യാമറ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. എന്നിട്ട് ഞാൻ ബാക്കി വരാം. ഞാൻ പറഞ്ഞില്ലേ, മുകളിൽ താഴെ നമ്മൾ എല്ലാ ഫ്രെയിമും കൂടെ ചെയ്യരുത്. ഇപ്പോൾ ഒരു ഫ്രെയിം മുകളിൽ താഴെ നിന്നുള്ള ഫ്രെയിം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഈ ഷേക്കി ക്യാമറ എന്ന് പറയുന്ന ഓപ്ഷൻ എന്തെന്ന് നോക്കാം. ഞാൻ അതിലൊന്ന് ആ ഷേക്കി ക്യാമറ എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ അത് ഓണായിട്ടുണ്ട്. ഇനി നമുക്കൊന്നും കൂടെ ഒന്ന് റിവ്യൂ ഒന്ന് കാണാം. കണ്ടോ, ഒന്ന് ഷെയ്ക്ക് ചെയ്താണ് നമ്മുടെ വീഡിയോ ഇവിടെ വന്ന് നിന്നത്. അപ്പോൾ ഒരാൾ ക്യാമറ ഇങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുമ്പോഴുള്ള ഒരു ഫീലാണ് നമുക്കിവിടെ കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്താണെന്നാലും അത് വേണ്ട, ഞാനത് ഓഫ് ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഞാൻ നേരെ സ്കെച്ചപ്പ് ഫയൽ എടുത്തു. അതിൽ എക്സ്റ്റൻഷനിൽ വന്നിട്ട് അതിന് മുമ്പ് നമ്മളൊരു കാര്യം ചെയ്യണം. ഒരു മിനിറ്റ്, അത് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മൾ ഈ സെറ്റിങ്സിൽ വന്നിട്ട് നമ്മൾ വിഷ്വൽ സെറ്റിങ്സ് എടുത്തിട്ട് വിഷ്വൽ സെറ്റിങ്സ് എടുക്കുക. അതിനകത്ത് ക്യാപ്ചർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കണ്ട അവിടെ ഫുൾ HD എന്നുള്ളതാണ് കിടക്കുന്നത്. ഞാൻ അതിനെ മാറ്റി HD ആക്കി, കുറച്ചുകൂടെ പെട്ടെന്ന് റെൻഡർ ചെയ്യാൻ വേണ്ടിയാണ് HD ആക്കി. ഫുൾ HD നിങ്ങൾ കമ്പ്യൂട്ടറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് HD വേണോ 4K വേണോ എങ്ങനെ വേണമെങ്കിലും റെൻഡർ ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ വേണ്ട, അൾട്രാ HD എന്ന് പറയുമ്പോൾ 4K പോകും. അപ്പോൾ അത്രയും ഇതായിട്ട് വേണ്ട. പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കസ്റ്റം സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് റെൻഡർ ചെയ്യാം. കുറച്ചും കൂടെ നല്ല ക്വാളിറ്റിയിൽ വേണമെങ്കിലും നമുക്ക് 8K അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇത് റെൻഡർ ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്യാം. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ പെട്ടെന്ന് നിങ്ങളെ കാണിക്കാൻ ഞാൻ HD സെറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് അതിൻ്റെ വേറെ ഫ്രെയിം റേറ്റ് ഒക്കെ 30 കൊടുത്തേക്കുന്നത്. റെസൊല്യൂഷൻ ഹൈ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റെൻഡറിങ് ക്വാളിറ്റി അത് അൾട്രയിൽ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ അതുപോലെ ഓട്ടോ ഫോക്കസ് ഞാൻ ഇവിടെ ഓഫ് ചെയ്തിട്ടേക്കാണ്. സാധാരണ ഇങ്ങനെ ക്ലിക്ക് ചെയ്തായിരിക്കും കിടക്കുന്നത്. ഞാൻ ഓട്ടോ ഫോക്കസ് തൽക്കാലത്തേക്ക് ക്ലോസ് ചെയ്തു, ഓപ്പൺ ചെയ്തു. കാര്യം ഞാൻ ആ ടിക്ക് അങ്ങ് മാറ്റി. കാര്യം എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ പിന്നെ അങ്ങോട്ട് പറഞ്ഞുതരാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവും. അപ്പോൾ ക്യാപ്ചർ ആയിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, എക്സ്റ്റൻഷനിൽ പോകുന്നു. എൻസ്കേപ്പ് എന്ന് പറയുന്ന എൻസ്കേപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴെ വന്നിട്ട് റെൻഡർ വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫോൾഡർ എവിടെയാണോ ഉള്ളത് ആ ഫോൾഡറിലേക്ക് അത് സേവ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. ഞാൻ അവിടെ 1 എന്ന് കൊടുത്തു. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് 1 എന്ന് കൊടുത്തു, സേവ് കൊടുത്തു. ഇനി നിങ്ങൾ എൻസ്കേപ്പിൽ നോക്കുക, ഇതാണ്ടോ ഇവിടെ റെൻഡറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഫാസ്റ്റായിട്ടാണ് റെൻഡർ ആവുന്നത്. കാരണം ഇതിൻ്റെ ഗ്രാഫിക്സ് കാർഡും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഇത് ഫാസ്റ്റായിട്ട് പോകുന്നത്. അല്ലെങ്കിലും നമ്മൾ വീറയോ ലൂമിയോണിനെയൊക്കെ അപേക്ഷിച്ച് ഫാസ്റ്റായിട്ട് തന്നെയാണ് എൻസ്കേപ്പ് റെൻഡർ നടത്തുന്നത്. ഞാൻ നിർത്തി പറയാൻ കാരണം എന്തോ കമ്പ്യൂട്ടറിന് ചെറിയ ഒരു ഹാങ്ങിങ് വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അത് ഒരു ഇതായിട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ചില സമയത്ത് നിർത്തി സംസാരിക്കുന്നത്.
അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ റെൻഡർ ആയിട്ടുണ്ട്, ഒരു ഫോൾഡറിലേക്ക് റെൻഡർ ആയിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഇത് റിമൂവ് ആളെന്നുള്ളത് കൊടുത്ത് ഞാൻ ആ കീ ഫ്രെയിം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ റിമൂവ് ചെയ്തു. ഇനി അടുത്ത ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ചും കൂടെ ഒന്ന് പുറകിലോട്ട് പോയിട്ട് ഇങ്ങനെയും കൂടെ ഒരു കീ ഫ്രെയിം കൊടുക്കും. ഇവിടെ ഒരു കീ ഫ്രെയിം കൊടുത്തു. ഇനി ഞാൻ ജസ്റ്റ് ഇതിനെ ഇങ്ങനെ ഒന്ന് ടേൺ ചെയ്തിട്ട് ഇവിടെ ഒരു കീ ഫ്രെയിം കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ അത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഞാൻ ലാസ്റ്റിലത്തെ കീ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടുത്തെ ടൈം സ്റ്റാമ്പ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഞാൻ ഒരു 9 നേരത്തെ കൊടുത്തോളൂ 9 കൊടുത്തു, അപ്ലൈ കൊടുത്തു, ബാക്ക് വന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ പ്രിവ്യൂ ഒന്ന് കാണാം. കണ്ടോ, പ്രിവ്യൂ ഉണ്ടോ? നോക്കുകയാണെങ്കിൽ ഷേക്കി ക്യാമറയും കൂടെ ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ പ്രിവ്യൂ ഒന്ന് കാണാം. കണ്ടില്ലേ, ഒരു ഷേക്ക് ചെയ്ത് ഒരാൾ നടന്ന് വീഡിയോ എടുക്കുമ്പോലുള്ള ഒരു ഫീൽ കിട്ടുന്നത്. അപ്പം നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഇതിനെയും കൂടെ അങ്ങ് റെൻഡർ ചെയ്യാം. ഞാനിവിടെ എക്സ്റ്റൻഷനിൽ വരുന്നു, എൻസ്കേപ്പ് എടുക്കുന്നു, അതിൽ റെൻഡർ വീഡിയോ കൊടുക്കുന്നു. അതിന് ഞാൻ 2 എന്ന നെയിം കൊടുത്ത് സേവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ റെൻഡർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റെൻഡർ ചെയ്തെടുത്ത ഫയലുകൾ ഇതാ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. 2 ഫയലാണ് നമ്മൾ റെൻഡർ ചെയ്തത്. നമുക്കൊന്ന് ജസ്റ്റ് അതൊന്ന് നോക്കാം. ഇത് ഫസ്റ്റ് നമ്മൾ റെൻഡർ ചെയ്ത ഫയലാണ്. സെക്കൻഡ് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു പാനിങ് ഷോട്ടാണ്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ട്യൂട്ടോറിയൽ? എല്ലാവർക്കും എങ്ങനെയാണ് വീഡിയോ റെൻഡർ ചെയ്യുന്നത് എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഞാൻ പുതിയ സോഫ്റ്റ്വെയർ, അതായത് എൻസ്കേപ്പിൻ്റെ പുതിയ സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് ചെയ്യുന്നതിനെ പറ്റി പറയാം. കാരണം ഇതിൽ കൂടെ ഉൾപ്പെടുത്തണമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ നമ്മുടെ കമ്പ്യൂട്ടർ ചെറിയ ഹാങ്ങിങ് പ്രോബ്ലം കാണിക്കുന്നത് കൊണ്ട് ഞാൻ അടുത്ത ഒരു എപ്പിസോഡായിട്ട് ഒരു ട്യൂട്ടോറിയലായിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.